ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമുക്കൊരു ചിക്കൻ പൂവട ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളൊരു വേറെ സ്മെല്ലായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വേറെ കളറും വേറെ സ്മെല്ലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം 3-4 പച്ചമുളക് കഷ്ണമാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതൊക്കെ മിക്സ് ചെയ്ത് അവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കന് മഞ്ഞളും ഉപ്പും എല്ലാം ചേർത്ത് മസാല ഒക്കെ തേച്ചൊന്ന് കുഴച്ച് വെച്ചതായിരുന്നു. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മിക്സി ജാറിൽ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ ക്രഷ് ചെയ്തത്. ഇനി ഇതെന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് ഈ ചിക്കന് ക്രഷ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല ഇളക്കി കൊടുക്കണം. അപ്പം ഇപ്പം നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഈ മസാലയിൽ ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. അതിലേക്ക് നമുക്ക് ചപ്പും പുതിനയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ചപ്പും പുതിന ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കണം ഗൈസ്. കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയി. ഇനി ഇതിലേക്കുള്ള മൈദ നമുക്ക് സെറ്റാക്കാം. അങ്ങനെ നമ്മൾ മൈദ സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ചെയ്യാം. അതിന് നമ്മൾ കുഴച്ചെടുത്തിട്ട് ഒരു ഉണ്ടാക്കി ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഓരോ ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് പരത്തി കൊടുക്കണം. അങ്ങനെ നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇട്ട് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരു പൂവട ഷേപ്പിലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൂവട ഇതിന് വേണ്ട കേട്ടോ. നമ്മൾ പൂവട ഷേപ്പിലൊരു ചെറിയ പൂവട തയ്യാറാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതുപോലെ ഓരോന്ന് ചെയ്തെടുക്കണം. അപ്പം ഇതിൻ്റെ സൈഡെല്ലാം നമ്മളൊരു പൂവ് ഷേപ്പ് പോലെ ആക്കി കൊടുക്കാം. നമ്മൾ ആക്കി കൊടുക്കുകയാണ്. ഇത് ചെയ്യുമ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയ മിനിയേച്ചർ പുകാട സെറ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ അങ്ങനെ സൈഡൊക്കെ ഒന്ന് അടിപൊളി ആക്കി എടുത്തിട്ടുണ്ട് ഗായ്സ്. ഇതാണ് നമ്മുടെ പൂവട. അങ്ങനെ നമുക്ക് ഇതുപോലെ ഓരോന്ന് ചെയ്തെടുക്കാം. ഒരുപാട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗി കിട്ടും. മിനിയേച്ചർ പൂവട. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ, നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യാം,
അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചൂടാക്കി വരണം. അങ്ങനെ നമ്മൾ ചൂടായി വരാൻ കാത്ത് നിൽക്കുകയാണ്. ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ പൂവട ഇട്ട് കൊടുക്കാം. പൂവട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാവം പൂവട നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ പൂവടയും ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രൈ ചെയ്താൽ മാത്രം പോരല്ലോ, ആ രണ്ട് ഭാഗം ഒന്ന് ചൂടാവാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്ത് ഇപ്പോൾ തന്നെ നല്ല പൊരിഞ്ഞ് ഒരു നല്ല പൊരിഞ്ഞൊരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പൂവടകൾ മൊരിഞ്ഞു വരട്ടെ. അങ്ങനെ പൂവടകൾ കുറേ മൊരിഞ്ഞൊക്കെ വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ പൂവട സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മളെ പൂവട ഇതാണ് നമുക്ക് ഇത്ര പൂവടകൾ കിട്ടിയിട്ടോ ഗൈസ്. അപ്പം നമ്മളിതൊക്കെ കേസറോളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇനി ബാക്കിയുള്ള എല്ലാ പൂവടകളും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മളെ പൂവടകളൊക്കെ അങ്ങ് സെറ്റായി ഗൈസ്. അപ്പം നമ്മുടെ പൂവട സെറ്റായി. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ പൂവട ട്രൈ ചെയ്യുന്ന. നമുക്ക് ഈ പൂവടൻ്റെ കൂടെ സെറ്റ് ബീട്രൂട്ട് ജ്യൂസും കൂടി ഉണ്ട്. അങ്ങനെ ബീട്രൂട്ട് ജ്യൂസും പൂവടയും നല്ല കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം നമുക്കൊന്ന് പൂവട ട്രൈ ചെയ്തൊക്കെ കാണുമ്പോൾ തന്നെ വായിൽ കപ്പൽ വന്നു. നമ്മൾ കഴിച്ചു നോക്കാൻ പോകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിയൊക്കെ ചൊല്ലി നിങ്ങളാദ്യം കഴിച്ചോളൂ ഗൈസ്. പക്ഷേ ആദ്യം ഈ പൂവട ഇങ്ങനത്തെ ഒരു പൂവട നല്ല പൊങ്ങി വന്നിട്ട് സോഫ്റ്റ് ഈ പൂവടയാണ്. ഞാൻ കഴിച്ചു നോക്കാൻ പോവാണേ. ഓ ഗൈസ്, ഞാൻ ചവച്ചു ഗൈസ്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. കാരണം അത്ര അടിപൊളി ടേസ്റ്റിലാണ് ഈ പൂവട. ഞാൻ ഇമ്മച്ചിനോട് പറഞ്ഞു എനിക്ക് മുതൽ ഇനി ഈ പൂവട മാത്രം മതി എന്ന് പറഞ്ഞു. മധുരപ്പൂവടേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾ കഴിച്ചോളൂ. അങ്ങനത്തെ ഗൈസ്. അപ്പം ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പൂവട ഫുള്ളാക്കി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പൂവട മൊത്തം കഴിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. കണ്ടോ, നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്താ ക്രിസ്പിയാണ് കേട്ടോ ഈ പൂവട. ആ പൂവട കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് ദാഹിക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കോമ്പിനേഷനായി ബീട്രൂട്ട് ജ്യൂസ് ഒന്ന് കുടിച്ച് നോക്കാം ഗൈസ്. അങ്ങനെ ഞാൻ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൂവട ഗൈസ്. ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാൻ പോവാണ്. ഓ ഗൈസ്, നല്ല കോമ്പിനേഷൻ ഗൈസ്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കോമ്പിനേഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ. ബൈ, അസ്സലാമു അലൈക്കും. Thanks for watching. Don't forget to subscribe.